ഹലോ, എന്നെ അങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചതായിരിക്കും. അയ്യാ, ഇവിടെ ആര് വിളിക്കാൻ പറഞ്ഞു? അങ്ങനെ നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണം. പിന്നെ നീ ഇവിടെ എനിക്ക് നല്ല പണി തന്നിട്ടാണ് പോയെന്ന് എനിക്കറിയാം. നീ നോക്കിക്കോ, നീ തിരിച്ചു വരുമ്പോ അതിന്റെ പലിശയും ചേർത്ത് ഞാൻ തിരിച്ചു. ഞാൻ ഇപ്പൊ ഒരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. നീ അമ്മയുടെ മുറിയിൽ നിന്ന് പ്രതീഷിന്റെ പാസ്പോർട്ട് എങ്ങാനും എടുത്തായിരുന്നാ? പാസ്പോർട്ടോ? ആ, എനിക്കിതിന് അവന്റെ പാസ്പോർട്ട് ഇല്ലാത്ത കാര്യങ്ങൾ എന്റെ തലയിൽ വെക്കാൻ നോക്കല്ലേ. നിങ്ങൾ ഈ ടോർച്ചർ സഹിക്കാൻ പറ്റാതെയാ ഇച്ചിരി റിലാക്സ് ആവാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എടീ, ടോർച്ചർ ഞാനാണ് സഹിച്ചോണ്ടിരുന്നത് കേട്ടാ. അല്ല, ഞാനൊന്നും എടുത്തിട്ടില്ല. നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണോണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റൂല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. നീ വേറെ എന്തെങ്കിലും അമ്മയുടെ ഡോക്യുമെന്റ്സ് എങ്ങാനും എടുത്തായിരുന്നു അതിന്റെ അകത്തൊന്നും? എനിക്കെന്തിനാ നിങ്ങളുടെ അമ്മയുടെ ഡോക്യുമെന്റ്സ്? എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം. ഞാൻ എന്താ പോലീസ് കേസ് കൊടുക്കാൻ പോയത്? ലാസ്റ്റ് ഞാൻ കള്ളിയല്ല, എന്നെ രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞു വന്നോണ്ടല്ല ഞാൻ തിരിഞ്ഞു നോക്കൂല. ലാസ്റ്റ് പത്രത്തിൽ ഫോട്ടോ വരും, എല്ലാരും അറിയും, നാറുകയും ചെയ്യും. പറഞ്ഞില്ലെന്ന് വേണ്ട. അവരെയും കൂട്ടി വേഗം ഇങ്ങോട്ട് വാ. ഞാൻ എന്റെ ഒരു നല്ല ഫോട്ടോ എടുത്തു വെച്ചേക്കാം. ഞാൻ വെക്കുവാ. അല്ല, കുഞ്ഞേ, എന്തെങ്കിലും ഒരു സിഗ്നൽ ഒന്നുകൂടെ ബാക്കി നിൽക്കണം എന്നുള്ളത്. ഇനി വരുമ്പോ ഞാൻ സിഗ്നൽ തരാം. കുഞ്ഞെ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നേണേ. എന്താ? ഈ ചെറിയ കാര്യത്തിനൊക്കെ പോലീസ് വരും? പോലീസിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുത്താൽ അവർക്ക് അത് അന്വേഷിക്കണം. അല്ല, ഒരു കാര്യം, ആരാണ് കുറ്റം ചെയ്തതെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യില്ല, അപ്പോഴേ കേസ് അങ്ങ് തീർക്കും അല്ലേ? അതൊന്നും പറയാൻ പറ്റൂല. അതെന്ത്? പിടിക്കണവനെ പോലെ ഇരിക്കും. പിടിക്കണവന്റെ മനസ്സ് കുഴപ്പമില്ല, ശാന്തമാണെന്നുണ്ടെങ്കിൽ അവൻ കേസ് അറിഞ്ഞ അവൻ അങ്ങ് വഴുത് വിടും. പക്ഷെ പിടിക്കണവന്റെ മനസ്സ് ക്രൂരമാണെങ്കിൽ ഉണ്ടല്ല, ആണെങ്കിൽ അടിച്ചു തൊലച്ചു കളയുന്ന പെറ്റ തള്ള സഹിക്കൂല. മനസ്സിലായില്ല. അണ്ണ കൂമ്പിനിട്ടിടി, ഉള്ളം കാലിലിടി. തലമണ്ടയിലാണെങ്കിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് അറിഞ്ഞൂടാ. പിന്നെ പോണവനും വരണവനും എല്ലാം കയറി മേയി. ഒരുത്ത അടിച്ച പോരെ വന്നവനും പോണവനും അടിക്കണമെന്ന്? അതൊക്കെ അവന്റെ മനസ്സുപോലെ ഇരിക്കും. മൂത്രം പോയാ നന്നാവും. കുഞ്ഞെ, എനിക്ക് അമ്മയെ കണ്ടിട്ട് പറഞ്ഞു തോന്നുന്നു. ഒരാഴ്ച ഞാൻ നിന്നിട്ട് വരട്ടാ. അമ്മയും ഞങ്ങളൊക്കെ ഇത്രയും നാൾ അമ്മേന്റെ അടുത്ത് പറഞ്ഞില്ലേ പോയി കണ്ടിട്ട് വരാം. അപ്പോഴൊന്നും കാണാണ്ടായിരുന്നല്ല. അല്ല, ഇപ്പോഴങ്ങനെ തോന്നണം. എന്തോ ഇനിയിപ്പൊ പറ്റൊന്നുമില്ല. അന്ന് ഇവിടെ വേണം. ചന്തയിൽ പോയി മീൻ വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല, പോയിട്ട് ആ മീനും വാങ്ങിച്ച് മലക്കറി വാങ്ങിച്ചിട്ട് അതുവഴി പോയി അമ്മയെ കണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരട്ടാ. എന്റെ അണ്ണ ഈ കേസ് കൊടുത്തോണ്ടല്ല, അണ്ണ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അന്വേഷിച്ച് അങ്ങോട്ട് വരും. പിന്നെ അമ്മയ്ക്ക് വയ്യായിക കൂടും, അവിടെ ഉള്ളവരൊക്കെ അറിയും. ലാസ്റ്റ് അയ്യോ എനിക്ക് മതി, കുഞ്ഞു പൊക്കോ. എത്രയും പെട്ടെന്ന് ഈ സാധനം ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ, ഇല്ലെങ്കിൽ എല്ലാരും കയ്യിൽ നിന്ന് ഇടികിട്ടും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.